നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനസ്സിനെ എത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ശരത് സാറിനെ കുറിച്ച് തന്നെ ചിന്ത വരികയാണല്ലോ. എന്ത് ചെയ്യും? ശരത് സാറിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, സാർ എന്ത് വിചാരിക്കും ഈ നേരത്തൊക്കെ വിളിച്ച? ഒന്ന് ഫോൺ ചെയ്തെന്ന് കരുതി ഇപ്പൊ എന്താ കുഴപ്പം? സാരി വാങ്ങി തന്നിട്ട് അതിനൊരു നന്ദി പോലും പറയാനും പറ്റിയില്ലല്ലോ. വിളിച്ചൊരു നന്ദി പറയാം, അതില് തെറ്റൊന്നുമില്ലല്ലോ. മോനിതുവരെ ഉറങ്ങിയില്ലേ? എന്തുപറ്റി? ഹോംവർക്ക് ഒരുപാടുണ്ടോ? അതെ തന്നെ, കൊറേ ഹോംവർക്ക് ഉണ്ട്. എഴുതിയിട്ടും തീരുന്നില്ല. മോൻ കിടന്നു, ബാക്കി നമുക്ക് രാവിലെ എഴുതാം. എനിക്ക് രാവിലെ എഴുതേക്കാനൊന്നും വയ്യ, ഇപ്പൊ തന്നെ എഴുതി തീർത്തേക്കാം. എന്തുപറ്റി സുന്ദരി, ഈ നേരത്തെ ഒരു വിളി? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഈ നേരത്തെ വിളിക്കാൻ പാടില്ലെന്നുണ്ടോ? ഇപ്പോ ഉറങ്ങാനുള്ള സമയം മാഡം. ആ സമയത്ത് ഒരാൾ മറ്റൊരാളെ കോൾ ചെയ്താ അതിന് രണ്ടർത്ഥമുണ്ട്. രണ്ടർത്ഥം? എന്തൊക്കെയാ അത്? കേക്കട്ടെ. ഒന്ന്, എന്തോ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. ഓക്കേ, അപ്പോ രണ്ടാമത്തേതോ? രണ്ടാമത്, ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് വിളിച്ചൊന്ന് ചിന്തിക്കാം. മാഡം വിളിച്ചത് ഇതിലേത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ലല്ലോ. എന്നാ ഈ രണ്ട് കാരണങ്ങളും കൊണ്ടല്ല വിളിച്ചത്. വെറുതെ എന്തെങ്കിലും സംസാരിക്കാന്ന് കരുതി. എന്താ അങ്ങനെയും വിളിച്ചൂടെ? പിന്നെന്താ, വിളിക്കാലോ. എന്നാ പിന്നെ ചുമ്മാ സംസാരിച്ചോളൂ. എനിക്കൊരു കാര്യം പറയട്ടെ. ആ, പറ. താങ്ക് യു ശരത് സർ. താങ്ക്സോ? അതെന്തിനു? എന്നെ മറക്കാതെ എനിക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് സാരി വാങ്ങിക്കൊണ്ട് വന്നില്ലേ, അതിന്. ഇതിനൊക്കെ ആരെങ്കിലും നന്ദി പറയൂ? ഇതിന് നന്ദി പറയാതെ പിന്നെ എന്തിനാ നന്ദി പറയേണ്ടത്? അതൊന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞ ആ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ സമയത്ത് അതെല്ലാവരുടെ മുന്നിൽ വെച്ച് മനസ്സ് തുറന്നൊന്ന് പറയാനും പറ്റിയില്ല. ഇപ്പൊ സാറിനെ വിളിച്ച് അതൊന്ന് പറയണമെന്ന് തോന്നി, അതാ വിളിച്ച്. ഔപചാരികമായി പറയുന്ന പോലെ അല്ലല്ലോ ഇങ്ങനൊന്ന് വിളിച്ച് പറയുന്നത്. എന്തായാലും സുന്ദരിക്ക് സന്തോഷമായല്ലോ, അത് മതി. ശരി സർ, ഞാനെന്നാ ഫോൺ വെക്കട്ടെ. ഫോൺ വെക്കണോ? ഇത്രയേ ഉള്ളൂ പറയാൻ? വേറെന്ത് പറയാനാ? വേറൊന്നും പറയാനില്ലേ? അത് പിന്നെ വേറൊന്നുമില്ല. എങ്കിൽ ഫോൺ വെച്ചോ. ഹലോ, എന്തുപറ്റി? അല്ല, കട്ട് ചെയ്യാൻ നേരം സാർ എന്തോ പറഞ്ഞതുപോലെ തോന്നി. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. സുന്ദരിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, താങ്ക്സ് പറയാനാ വിളിച്ചത്, വേറൊന്നുമില്ല. വെക്കട്ടെ സർ, ഗുഡ് നൈറ്റ്. സുന്ദരിക്ക് എന്നോടെന്തോ പറയാനുണ്ട്, പക്ഷെ പറയാനാവുന്നില്ല. എന്തായാലും
സുന്ദരിയെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കണം. ഇത്രയും വേഗം സുന്ദരി തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എന്തു പറ്റി ജീവൻ സാറേ? സാറിന് പോലും ഒരു സൂചനയും കിട്ടിയില്ലല്ലോ. സൂചന കിട്ടിയില്ലെന്ന് ചോദിച്ചാ ഇതിന്റെ കളികൾ നടന്നൊന്നും ഇവിടെ തിരുവനന്തപുരത്തല്ല, അങ്ങ് ഡൽഹിയില. സുന്ദരി നിസ്സാരക്കാരിയല്ലെന്ന് അവിടെ ഒരിക്കൽ കൂടി തെളിയിച്ചു. എല്ലാ കാലവും സർവീസിൽ നിന്ന് മാറ്റി നിർത്താനുള്ള അതിമോഹമൊന്നും ഇല്ലായിരുന്നെങ്കിലും അവൾക്ക് വീണ്ടും കളക്ടർ കസേര തിരിച്ചു കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. സുന്ദരി കളക്ടറായിട്ട് തന്നെ തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, കൊല്ലത്ത് തന്നെ തിരികെ വന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. ഉള്ളത് പറയാലോ, എനിക്ക് നല്ല പേടിയുണ്ട്. കൃത്യമായിട്ട് എല്ലാത്തിന്റെയും പിന്നിൽ നിന്ന് ചരട് വലിച്ചത് ഞാനാണെന്ന് അറിയാമായിരുന്നിട്ടും എനിക്കെതിരെ ഒരു ചെറു നീക്കം പോലും സുന്ദരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. തനിക്കെതിരെ നടപടിയൊന്നും ഉണ്ടാകാത്തതാണോ തന്റെ പ്രശ്നം? അതല്ല ജീവൻ സാറേ, സുന്ദരിയുടെ കസേര തെറിപ്പിച്ചത് തന്നെ ഞാനാ. അത് കൃത്യമായിട്ട് അവർക്ക് അറിയുകയും ചെയ്യാം. ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ, മിനിമം അത്രയെങ്കിലും ഒരു നടപടിയെങ്കിലും എനിക്കെതിരെ ഉണ്ടാവേണ്ടതല്ലേ? ഇയാൾക്കിപ്പോ ട്രാൻസ്ഫർ വേണോ സസ്പെൻഷൻ വേണോ? രണ്ടിലേതായാലും ഞാൻ ഒപ്പിച്ചരാം. ഉത്തമൻ സാറ് പറയുന്നതല്ല. സാറിനെ വിടാതെ സർവീസിൽ തന്നെ നിർത്തിയിരിക്കുന്നതില് ആ സുന്ദരിക്ക് എന്തോ ദുരുദ്ദേശം ഇല്ലേ? ഒന്ന് ആലോചിച്ചു നോക്ക്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വീണ്ടും കൂടെ നിർത്തി ഓരോ കുരുക്കിൽ കൊണ്ട് ചാടിച്ച് എന്നെ അകത്താക്കാനുള്ള പരിപാടിയാണോന്നാ എന്റെ പേടി. പ്രെഡിക്റ്റബിൾ ഇല്ലാത്തൊരു ജനുസ സുന്ദരിയുടെ. അങ്ങനെ എന്നാ പെണ്ണിനെ പിടിച്ചു കുലുക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ഉത്തമൻ സാർ എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. സർവ പഴുതുകളടച്ച ഒരു കുരുക്കെറിഞ്ഞ് ഉത്തമൻ സാറിനെ കുടിക്കുക. സുനാമി വന്ന് ജയിലിടിഞ്ഞാലല്ലാതെ ചിലപ്പം പുറലോകം കണ്ടെന്ന് വരില്ല. അങ്ങനെ എന്നെ മാത്രം എല്ലാവരും കൂടി പറഞ്ഞു പേടിപ്പിക്കണ്ട. ഞാൻ വെറും ഇടനിലക്കാരൻ മാത്രമാ, കൂലി വാങ്ങിച്ച് ചെയ്യുന്ന തരിട പരിപാടി. പക്ഷെ ക്രിസ്റ്റി സാറിന്റെയും ഡയാന മാഡത്തിന്റെയും കാര്യം അതല്ല. സുന്ദരിയുടെ കളക്ടർ കസേര തെറിപ്പിച്ചത് ഞാനാണെങ്കിലും അതിന്റെ പിന്നിൽ കളിച്ചത് ഇവർ രണ്ടുപേരുമാണെന്ന് സുന്ദരിക്കറിയാം. അപ്പൊ കുരുക്കെറിഞ്ഞാൽ ആ കുരുക്ക് നമ്മൾ 3 പേരെയും വട്ടം ചുറ്റിയേ വീഴൂ. നേരത്തെ ജീവൻ സാർ പറഞ്ഞതാ അതിന്റെ കൃത്യമായ കാര്യം. അൺപ്രഡിക്റ്റബിൾ ആ സുന്ദരി. എന്തെപ്പ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഇത്. സുന്ദരിയുടെ മകളെ പിടിച്ച് കസ്റ്റഡിയിൽ വെക്കാന്നുള്ള പ്രപഞ്ച മണ്ടത്തരം ഡയാന ചെയ്തു കളഞ്ഞു. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമനാണെന്ന് സുന്ദരിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടൊരു പരാതി പോലും കൊടുക്കുകയോ അതിന്റെ പേരിൽ ഒരു നടപടിയെടുക്കുകയോ ചെയ്യാതെ സുന്ദരി ഒന്ന് പരിങ്ങിയെങ്കിൽ അത് പേടിച്ചിട്ടാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അറിയാം സർ, സുന്ദരി അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുമല്ല. പോരാത്തതിന് ശരത്ചന്ദ്രൻ എന്ന കരുത്തനായ IAS ഓഫീസർ അവൾക്ക് പിന്നീന്ന് കളിക്കുമ്പോ കണ്ണും കാതും കൂർപ്പിച്ച് നമ്മൾ ഇരുന്നേ മതിയാവും. അല്ലെങ്കിൽ അടപടലം തകർത്ത് കളയും. ക്രിസ്റ്റിയുടെ ഈ തങ്കശ്ശേരി സാമ്രാജ്യത്തിന് കാര്യമായി തന്നെ ആലോചിച്ച് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത്രയും കാലം വെട്ടിപ്പിടിച്ചുണ്ടാക്കിയത് മുഴുവൻ സുന്ദരി ചോർത്തിക്കളഞ്ഞ് വട്ടപൂജയാക്കുന്നതില് സംശയം വേണ്ട. മാഡം, സാറിന് സുന്ദരി വിളിക്കുന്നു. മാഡത്തിനോടൊന്ന് സംസാരിക്കണമെന്ന് പറയുന്നു. ഇതാ മാഡം, ഹോൾഡ് ചെയ്യുന്നു. ഇതാ ഞാൻ സംസാരിക്കാം. ഹലോ,
എത്ര മണിക്ക്? ശരി. എന്താ ക്രിസ്റ്റി സുന്ദരി പറഞ്ഞത്? സുന്ദരി ഇപ്പൊ പറഞ്ഞത് വെച്ച് നോക്കിയാ ഇതുവരെ നമ്മൾ സംസാരിച്ചത് മുഴുവൻ തിരുത്തി പറയേണ്ടി വരും. എന്നുവെച്ചാൽ സുന്ദരി ഒരു കോംപ്രമൈസിന്റെ പാതയിലാണെന്ന് തോന്നുന്നു. നാളെ രാവിലെ 10 മണിക്ക് സുന്ദരി ഓഫീസിലെത്തുമ്പോൾ ഡയാന അവിടെ ഉണ്ടാവണമെന്ന്, ചില കാര്യങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനം എടുക്കാനുണ്ടെന്ന്. അതൊരു അനുനയത്തിന്റെ ഭാഷയല്ല ജീവൻ സാറേ. വിശ്വസിക്കരുത്, കൂട്ടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്.